പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിനിടെ 4ാം ക്ലാസ്സുകാരി നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കൊല്ലം സ്വദേശിനിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആയിഷ ആനടിയാണ് തന്റെ പ്രസംഗം കൊണ്ട് വേദിയെ കയ്യിലെടുത്തത്. ഇരിങ്ങാലക്കുടയിൽ നടന്ന പോർത്തിശ്ശേരി കാർണിവലിനിടയിലായിരുന്നു ആയിഷ സംസാരിച്ചത്. മന്ത്രി ആർ ബിന്ദു അടക്കമുള്ളവർ പങ്കെടുത്ത വേദിയിലെ പ്രസംഗമാണ് വൈറലായി മാറിയത്. പരിപാടിക്കിടെ ആയിഷ തട്ടമിട്ട ഒരു കുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. വേദിയിലെത്തിയ കുട്ടിയോട് തട്ടമൂരി തന്റെ തലയിലേക്കിടാനും ആവശ്യപ്പെടുന്നുണ്ട്. താൻ ഈ തട്ടമിട്ടതു കണ്ട് പേടി തോന്നുന്നുണ്ടോ എന്നാണ് സദസ്സിനോട് ആയിഷ ആദ്യം ചോദിക്കുന്നത്. പേടിയുണ്ടെങ്കിൽ അത് കാഴ്ചയുടേതല്ല, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്നും കുട്ടി പറയുന്നു. തട്ടം ഇട്ടതിന്റെ പേരിൽ പഠനം നിഷേധിക്കപ്പെട്ട കൂട്ടുകാരിക്ക് വേണ്ടി താൻ ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ പ്രസംഗിക്കുന്നേ? അവർ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, ഒരിത്തിരി ദയ മതി. മറ്റുള്ള മതത്തെ കൂടി ഒന്ന് ബഹുമാനിക്കുക, അത്ര മതി. ലോകം നന്നായിക്കോളും. ആയിഷ പറഞ്ഞ് നിർത്തുകയായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ആയിഷയെ പിന്തുണച്ച് മന്ത്രി ബിന്ദുവും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ പിന്തുണയ്ക്കൊപ്പം ആയിഷയ്ക്ക് നിരവധി എതിർപ്പുകളും നേരിടേണ്ടി വന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതിന്റെ പേരിൽ നിരവധി പേർ ആശാനും പിള്ളേരും എന്ന പേജിലെ കമന്റ് ബോക്സിലെത്തി ആയിഷയെ അസഭ്യം വിളിച്ചു. അത്തരക്കാർക്കും മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. താൻ ദീപാവലി ആഘോഷിക്കുന്ന വീഡിയോയ്ക്കൊപ്പമാണ് വിശദീകരണവുമായി ആയിഷ രംഗത്ത് വന്നത്. കല്ലെറിയുന്നവരെ നിങ്ങളെറിയുന്ന കല്ല് ഞാൻ പെറുക്കി വയ്ക്കും, ഏറ് തുടരുക എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ. ഇത്രയും വൈറലാകുമെന്ന് കരുതിയല്ല ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്നാണ് ആയിഷ പ്രതികരിച്ചത്. ഇരിങ്ങാലക്കുടയിലെ പരിപാടിയിൽ തട്ടത്തെക്കുറിച്ച് പരാമർശിച്ചത് കുറച്ച് ഭാഗം മാത്രമാണ്. അത് വൈറലാകുമെന്ന് കരുതി ചെയ്തതല്ലെന്നും ആയിഷ പറഞ്ഞു. തട്ടം വിഷയത്തിന്റെ ഒരു ഭാഗം മാത്രമാണിട്ടത്. അത് കേറി അങ്ങ് കത്തി. ഞാനിവിടെ ദീപാവലിക്ക് പടക്കം പൊട്ടിച്ച് കളിക്കുകയായിരുന്നു. എന്നാൽ വീഡിയോയ്ക്ക് താഴെ കമന്റിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാ ചാനലുകാരും എടുത്തു. മനുഷ്യസ്നേഹത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും കരുതിയാണ് അവിടെ സംസാരിച്ചത്. അവിടെ പ്രസംഗിച്ചപ്പോൾ ആദ്യം തട്ടത്തെക്കുറിച്ച് പറയണം എന്നുണ്ടായി. എന്നാൽ മറന്നുപോയി. അഭിനന്ദിക്കാൻ വിളിച്ച സമയത്താണ് അത് പറഞ്ഞത്. തന്റെ കൂട്ടുകാരിയെപ്പോലെ ഒരാൾക്ക് തട്ടമിട്ടതിന്റെ പേരിൽ പഠനം നിഷേധിച്ചു എന്ന് കേട്ടപ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നിയെന്നും അന്ന് അങ്ങനെയാണ് പ്രസംഗിച്ചത്. എന്നാൽ താൻ പറഞ്ഞത് വൈറലാകുമെന്ന് കരുതിയില്ല. ഇതിന്റെ പേരിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നു. സുഡാപ്പിണി, ജിഹാദി എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ. ഇതുപോലെ ഉണ്ടായിട്ടില്ല. ചീത്ത പറയുന്നവർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പലരും പറഞ്ഞു. എന്നാൽ മോശം വാക്കുകൾ ഉപയോഗിച്ച് ചീത്ത വിളിക്കുന്നവരോട് വിരോധമില്ല. അവർക്കും വീട്ടിൽ കുഞ്ഞു മക്കൾ കാണില്ലേ? അൺഫോളോ ചെയ്യുമെന്നൊക്കെ ചിലർ പറഞ്ഞു. ഫോളോ കുറയുന്നു എന്നതുകൊണ്ട് ഞാനൊന്നും പറയാതിരിക്കില്ല. ഞങ്ങൾ കുട്ടികളാണ്. മുസ്ലിം, ക്രിസ്ത്യാനി, ഹിന്ദു എന്ന വേർതിരിവ് ഞങ്ങളിലില്ല. തട്ടമിട്ടവരും കൊന്തയിട്ടവരും പേടിച്ചാണോ വരേണ്ടത്? പരസ്പരം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവർ കഴിയട്ടെ, ആയിഷ പറഞ്ഞു നിർത്തി. ആശാനും പിള്ളേരും എന്ന വ്ലോഗിലൂടെ ശ്രദ്ധേയയാണ് ആയിഷ. മുൻപും വീഡിയോകളിലൂടെ ശ്രദ്ധേയായിരുന്നു ഈ മിടുക്കി. ഇപ്പോഴത്തെ വിമർശനങ്ങളെ വകവയ്ക്കാതെ മുന്നോട്ടു പോകാനാണ് ആയിഷയുടെ തീരുമാനം.